കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത സമയമാണിപ്പോൾ. വീട്ടിനകത്താണെങ്കിൽ നമ്മൾ ഫാനോ അല്ലെ എ സി ഒക്കെ ഇട്ടിട്ട് അതിനകത്ത് തന്നെ ഇരിക്കുകയാണ് എല്ലാവരും ചെയ്യണതല്ലേ. വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും ഒന്ന് പുറത്തിറങ്ങുന്നുണ്ടാവുക. പക്ഷെ പണ്ട് കാലങ്ങളിൽ നമ്മുടെ അമ്മമ്മമാരും മുത്തശ്ശിമാരുടെയും അച്ചാച്ചന്മാരുടെയൊക്കെ കാലം ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവരെന്ത് വിഷമിച്ചിട്ടുണ്ടാവും അല്ലേ. പക്ഷെ അവർക്ക് നമ്മളെ പോലെയല്ല കേട്ടോ, അവർ നല്ല കൂളായിട്ടാണ് ഇരുന്നത്. മാത്രമല്ല അവർക്ക് ചൂടൊന്നും അത്ര നമ്മളെ ഈ പറയുന്ന ചൂടൊന്നും അവർ പറയും ഈ ഇതെന്ത് ചൂട് എന്നാണ് നമ്മളോട് ചോദിക്കാറുള്ളത്. അതെന്താണെന്നല്ലേ, അവർ ആ സമയങ്ങളിൽ ഏതാണോ മഴക്കാലത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, അത് ചൂടുകാലങ്ങളിൽ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ, അങ്ങനെ അവർ വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് അവർ ഉണ്ടാക്കി കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ചൂടിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവും കൂടിയുണ്ട്. അപ്പോൾ നല്ല ചൂട് കാലങ്ങളിൽ എൻ്റെ വീട്ടിലെ എൻ്റെ മുത്തശ്ശിമാരും അമ്മമ്മമാരൊക്കെ ഇതുപോലുള്ള കുറേ കറികൾ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അവരുണ്ടാക്കി പഠിപ്പിച്ച് തന്ന 2-3-4 കറികൾ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഈ കറി ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് ഉണ്ണിത്തണ്ട് വെച്ചിട്ടാണ്. ഉണ്ണിപ്പിണ്ടി, വാഴപ്പിണ്ടി, പിന്നെ കാമ്പ് എന്നൊക്കെ പേരുണ്ട്. അത് പോട്ടെ, ഞാനിപ്പോൾ ഇവിടെ ഉണ്ണിപ്പിണ്ടി എന്നാണ് കേട്ടോ പറയണത്. പല നാട്ടിൽ പല പേരുകളാണല്ലോ ഉണ്ടാവുക. അപ്പം ഈ ഉണ്ണിത്തണ്ട് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഉണ്ണിത്തണ്ട് മഴക്കാലങ്ങളിൽ കൂടുതൽ ഉപയോഗിക്കാറില്ല, കാരണം നല്ല ശരീരത്തിനെ നല്ല പോലെ തണുപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അതുകൊണ്ട് മഴക്കാലങ്ങളിൽ ഇത് ഉപയോഗിക്കില്ല കേട്ടോ. ഇത് കൂടുതലും വേനൽക്കാലങ്ങളിലാണ് ഞങ്ങളുടെ വീടുകളിലൊക്കെ ഉപയോഗിക്കാറുള്ളത്. അപ്പം ഞാൻ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് അതിൻ്റെ നാരൊക്കെ കയ്യിലൊക്കെ ചുറ്റി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ട് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് അരിഞ്ഞു നോക്കണം കേട്ടോ. കൈയൊന്നും മുറിയരുത്. എക്സ്പീരിയൻസ് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാൻ. നമ്മുടെ അമ്മമാരും അമ്മമ്മമാരൊക്കെ ഇതുപോലെ ഒന്നാണ് അരിഞ്ഞെടുക്കാറ്. അപ്പോൾ അവിടെ അമ്മമാരിൽ നിന്നൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലാതെ ഈ തണ്ട് വെച്ചിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നാരൊക്കെ നമ്മൾ കമ്പ് വെച്ചിട്ടൊക്കെ ചുറ്റിയെടുക്കാൻ കുറച്ച് പാടാണ്. എനിക്ക് ഇഷ്ടമല്ല. ഞാൻ ഇങ്ങനെയാണ് അരിഞ്ഞെടുക്കുന്നത്. ഇതുപോലെയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾക്ക് 2-3 തരം കറികൾ ഇത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് അരിഞ്ഞ് വെച്ച ഉടനെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതേ കളറിൽ നിൽക്കും. ഇല്ല എങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളറ് ചേഞ്ച് വരും. ഇതിനൊരു കറിയുണ്ട്, ആ കറയാണ് ഈ കളർ മാറ്റം വരുത്തിക്കുന്നത് കേട്ടോ. അപ്പം ഞാനൊരു കുറച്ചെടുത്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കഴുകി എടുത്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അത് 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇത് അവിടുന്ന് വെന്ത് വരട്ടെ. അപ്പോഴത്തേനും ഇതിന് വേണ്ടുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മൾക്കൊന്ന് അരച്ചെടുക്കണം. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു ചെറിയ സവോള, പിന്നെ വറ്റൽമുളക് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, ഒരു 2 പിടി തേങ്ങ. ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അമ്മിയിൽ വെച്ച് അരച്ചെടുക്കുമ്പോഴാണ് ടേസ്റ്റ്. ഇല്ലെങ്കിൽ മിക്സിയിൽ അരച്ചെടുത്താലും മതി. ഉണ്ണിപ്പിണ്ടി വേവിച്ചെടുത്ത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇതുപോലെ നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമ്മൾക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പാത്രത്തിലേക്ക് മാറ്റി വെച്ച് നമ്മൾക്കിതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം. അതിനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നാടൻ വിഭവമാണ്, അതുകൊണ്ട് വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കണം. മറ്റേ ഓയിലുകളൊന്നും നമ്മൾക്കിതിന് പറ്റില്ല, വെളിച്ചെണ്ണ തന്നെ വേണം. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കുക. അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 1 മിനിറ്റ് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് കടുക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മൾ തയ്യാറാക്കി വെച്ച ഉടച്ച് വെച്ച ഉണ്ണിപ്പിണ്ടിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ണിപ്പിണ്ടി പച്ചടി ഇവിടെ റെഡിയായി. ഈ പച്ചടി ഞങ്ങളുടെ നാട്ടിൽ അധിക വീടുകളിലും ഉണ്ടാക്കിയെടുക്കും. ഈ സമയങ്ങളിലൊക്കെയാണ്, വേനൽക്കാലങ്ങളിലൊക്കെയാണ് കപ്പ പറിക്കുക, നമ്മൾ കൊള്ളി മരച്ചീനിയൊക്കെ ഉണ്ടല്ലോ അത്, പിന്നെ കശുവണ്ടി പെറുക്കാൻ പോണ സമയം, അതൊക്കെ ഈ സമയങ്ങളിലാണല്ലോ. അപ്പം ഇത് കുറച്ച് കറിയും കൊന്ന വെള്ളച്ചോറോ അല്ല എങ്കിൽ നമ്മൾ രാവിലെ വെച്ച കഞ്ഞോ ഒക്കെ എടുത്തിട്ടാണ് പോവുക. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കറി. നമുക്ക് അടുത്തൊരു കറി പരിചയപ്പെട്ടാലോ.
ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഒരു 1.5 ടീസ്പൂണ് കടുക്. ഈ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് നല്ലപോലെ ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കാം. ഒന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ഉള്ളിയാണ് ഇതിന് ചേർത്ത് കൊടുക്കാറുള്ളത്. എൻ്റെ കയ്യിൽ ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സവോള ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ ഉള്ളി ഉള്ളവർ ചെറിയ ഉള്ളി തന്നെ ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നത് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചവാസന പോകുന്നത് വരെ ഒന്ന് വാട്ടിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ചെറുതായി അരിഞ്ഞ തക്കാളി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അരിഞ്ഞു വെച്ച ഉണ്ണിപ്പിണ്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഉണ്ണിപ്പിണ്ടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മൂടി അടച്ചു വെച്ച് നമ്മൾക്കിതൊരു 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. 2ാം തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് മൂടി അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉപ്പ് കുറവൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് മൂടി അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പം നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള കുറുകി ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾക്കിതിൽ 1ാം പാൽ ചേർത്ത് കൊടുക്കാം. നല്ല കട്ടിയുള്ള 1ാം പാലായിരിക്കണം ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഒരു തിള വന്ന ഉടനെ നമ്മൾക്കിതിലേക്ക് കുറച്ച് മല്ലിയില തൂക്കി ഈ കറി വാങ്ങി വയ്ക്കുക. അപ്പം നമ്മളുടെ ഉണ്ണിത്തണ്ട് മസാലക്കറി കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. വളരെ ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, നമുക്ക് ചപ്പാത്തി, ദോശ, പുട്ട് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊന്ന് പരിചയപ്പെട്ടാലോ. ഒരു കുക്കറിലേക്ക് ഉണ്ണിത്തണ്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് മുതിര ചേർത്ത് കൊടുക്കണം. മുതിര വറുത്ത് കഴുകി കുറച്ച് സമയം വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിയെടുത്തതാണ്. പച്ച മുതിരയാണ് നിങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. പക്ഷേങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് നമുക്ക് വറുത്ത മുതിരയാണ്. അതുകൊണ്ടാണ് ഞാൻ വറുത്തിട്ട് തന്നെയാണ് മുതിര ചേർത്ത് കൊടുക്കുന്നത്. ചൂട് കാലങ്ങളിൽ മുതിര കഴിക്കാറില്ല എന്ന് പറയും അധികം ആൾക്കാരും. പക്ഷേ മുതിര ചൂട് കാലത്തും നമുക്ക് തണുപ്പ് കാലത്തും കഴിക്കാൻ പറ്റിയ ഒന്നാണ് മുതിര. അത് ഏത് സമയവും നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. മുതിരയും കുറച്ച് ഉപ്പും ചേർത്ത് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട്. അപ്പം നമ്മളിനി ബാക്കി ചെയ്യുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വെന്ത് നല്ലൊരു തോരൻ മാതിരി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതവിടെ നിൽക്കട്ടെ. ഇതിലേക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം. കുറച്ച് തേങ്ങ, ഒരു ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, 2-3 വെളുത്തുള്ളി, പിന്നെ കാന്താരിമുളക് ഇതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് നമ്മൾക്ക് കുറച്ച് കടുകും ചേർത്ത് കൊടുത്ത് ഒരു 1.5 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി ഇല്ലെങ്കിൽ സവോള ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതൊന്ന് നമുക്ക് മൂപ്പിച്ചെടുക്കാം.
ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ച മുതിരയും ഉണ്ണിപ്പിണ്ടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി അടച്ച് വെച്ച് നമ്മൾക്കിത് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുത്താൽ തന്നെ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ചൂട് കാലങ്ങളിൽ ആരോഗ്യത്തോടെ ഇരിക്കാൻ നമ്മുടെ മുത്തശ്ശിമാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ കറികൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വളരെ സിമ്പിളുമാണ്, അതോടൊപ്പം നല്ല ആരോഗ്യമുള്ള കുറേ കറികളാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.